അതിനിടെ നമുക്ക് നമ്മുടെ സുന്ദരി പെണ്ണിനെ കാണാം. അടുക്കളയ്ക്ക് പോവുകയാണ്. ഇതാ സുന്ദരി പെണ്ണ്. ഇവിടെ നോക്കിയ അമ്മ, ഇവിടെ നോക്ക്. ഹാപ്പി മദേഴ്സ് ഡേ. ആ ഞാനിതാ കേട്ടോ. അങ്ങോട്ടൊക്കെ കൂടുതൽ കടിക്കാൻ പറ്റില്ല. എന്താ അറിയോ, മറ്റേ സർജറി കഴിഞ്ഞിരിക്കണല്ലേ. ഇനി ഇതാ ബീട്രൂട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. കുനുകുനാന്ന് അരിയണ് കണ്ട. ഒന്ന് തല പോക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തല ചിരിക്കരുത് കുനിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ പറഞ്ഞിട്ട് മാനെ ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത്. പിന്നെ ചീത്ത പറഞ്ഞിക്കൊരു പരിധിയില്ലേ. മക്കള് നേരം പോലെ അമ്മമാരെ നോക്കാത്ത കാരണം അമ്മമാർ വഴി തെറ്റി പോകണമെന്ന് പറഞ്ഞത് കണ്ടോ. ഈ പെണ്ണ് അടുക്കളയിൽ കയറിയിട്ട് കണ്ടോ, നോക്കി നോക്ക്. എൻ്റെ കണ്ണ് തെറ്റിയിട്ടാണ് ഈ സംഭവം കാണിക്കണത്. മദേഴ്സ് ഡേയുടെ വീട്ടിലൊക്കെ ഒന്ന് ഉമ്മർത്ത് പോയി വന്നപ്പോഴത്തേനും ഇതെടുത്ത് അരിയാൻ തുടങ്ങി. ഇനി വേണമെങ്കിൽ എനിക്കൊരു പഞ്ചിന് വേണമെങ്കിൽ അമ്മയുടെ അടുത്ത് ഇത് മേടിച്ചിട്ട് എനിക്ക് അരിയൊക്കെ ചെയ്യാം. പക്ഷെ അത് നമ്മൾ വീഡിയോക്ക് കാണിച്ചു കൂട്ടുന്ന പോലെ തെണ്ടിത്തരയും മാറും. അല്ലാത്ത പക്ഷം നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ തന്നെ ചെയ്യണം. ഞാൻ എന്താണെന്നുള്ളത് ഇതിനകത്ത് നമ്മൾ ഓരോ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും എടുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലേ? അപ്പോൾ ഒരു മദേഴ്സ് ഡേക്ക് നമുക്ക് ഒരു ചെറിയൊരു സമ്മാനം അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ കൈമ തട്ട്, അങ്ങനെ തട്ട്, ഇങ്ങനെ കയ്യിൽ തട്ട്, ഇങ്ങനെ ഇടിക്കുക. അങ്ങനല്ല, ഇങ്ങനെ പതുക്കെ കുത്ത് ഇങ്ങനെ. ഇനി കൈ ബാക്കിൽ കളിക്കുക. ഞാൻ തുറക്കും, നിങ്ങൾ തുറക്കണ്ട, ഞാൻ തുറക്കും. നിങ്ങൾ മറ്റേ ഇത് കൈ തുറക്കും. അല്ല ഇതാ നിൻ്റെ കൈ നോക്ക്. 100 റുപ്യ മദേഴ്സ് ഡേക്ക്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം സുഹൃത്തുക്കളെ. അമ്മയുടെ പേഴ്സ് തന്നെ 100 റുപ്യ എടുത്തിട്ട് അമ്മയ്ക്ക് തന്നെ തിരിച്ചോളം. അങ്ങടെ പേഴ്സിനെടുത്ത പൈസ തന്നെയാണ്. അല്ല ഇത് വേറെ പൈസ അമ്മ. ഞാനിത് കയ്യിലും തൊട്ടി പിടിച്ചതാ. പേഴ്സ് പൈസ അവിടെ തന്നെ ഉണ്ട്. ഇതിന്റെ പോകത്ത് പൈസ ചോദിക്കില്ല. മദേഴ്സ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവും വിവരമുള്ളവർ നമ്മുടെ വീഡിയോയുടെ താഴത്ത് കമൻ്റ് ഇടും. നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഇതില്ല. മദേഴ്സ് ഡേ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരുടെ ദിവസം. എല്ലാ അമ്മമാരും ജനിച്ച ദിവസം, അങ്ങനല്ലേ. ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും മദേഴ്സ് ഡേ നേരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അച്ഛനമ്മമാരൊക്കെ ഒന്നേ നമുക്കുള്ളൂ. രണ്ടാമത് നമുക്ക് വീട്ട് കടം പേടിച്ചെടുക്കാൻ പറ്റുന്നതല്ല. വളരെ നല്ല രീതിയിൽ അവരെ സ്നേഹിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യണം. അതൊക്കെ തന്നെയാണ് ഇനി തുടർന്ന് 2025 മുതൽ നമുക്ക് വേണ്ടത്. എല്ലാവർക്കും ഒറ്റക്കെട്ടായി കൂടെ നിൽക്കാം. പിന്നെ ലഹരിക്കും അതുപോലെ തന്നെ പല മയക്കുമരുന്നുകൾക്ക് അടിമകളായിട്ടുള്ള യുവതലമുറയെ നമുക്ക് രക്ഷിച്ചെടുക്കണം. അതിന് മാതാപിതാക്കൾ വിചാരിച്ചുകൊണ്ട് കാര്യമുണ്ടോയെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴൊക്കെ രണ്ടെണ്ണം അടിച്ചു വന്നിട്ട് അമ്മേനെ നല്ലോണം അച്ഛനെ തെറി പറയുന്ന ടീമുകളാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മളതെല്ലാം മാനേജ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒന്ന്, നമ്മുടെ അണ്ണന് വരെ പറ്റാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം നേരിട്ട് അവരോട് തന്നെ പോയിട്ട് വിളിച്ചു പറയാൻ നിൽക്കണ്ട. കാരണം പിള്ളേരെ എന്ത് താനടിച്ചിട്ടിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പുറകിൽ വന്നിട്ട് ഒന്ന് കീച്ചിട്ട് പോകും. പല അനുഭവങ്ങളും ഇവിടെ റോഡിലോട്ടൊക്കെ നടക്കുമ്പോഴുള്ള കാര്യങ്ങൾ അറിയണമല്ലേ. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഈ മാതാപിതാക്കളുടെ വളർന്നു വരുന്ന മിസ്റ്റേക്കുകളാണെന്നുള്ള കുറേ പേര് പറയും. അപ്പോൾ മാതാപിതാക്കൾ മിസ്റ്റേക്ക് എന്നല്ല, നല്ല തല്ലിട്ട് അതിൻ്റെ കുറവും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെ മാതാപിതാക്കളുടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇതൊരു അച്ഛനമ്മമാർക്ക് പിന്നാലെ നടക്കൊന്നും പറ്റില്ല. എനിക്ക് 32 വയസ്സായി. എൻ്റെ കൂട്ടുകാരന്മാർ അത്യാവശ്യം കള്ളും കഞ്ചാവൊക്കെ ഉള്ള ഒരുപാട് ടീമുകളിൽ ഞാൻ അതിനകത്തോട്ടൊന്നും പോയിട്ടില്ല. ഈ പ്രായം വരെ കഴിച്ചിട്ടില്ല, വലിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇന്നറിയണവർക്ക് അറിയാം. മനസ്സിലല്ലേ? ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. ഞാൻ കഴിക്കുന്ന ആളാണ്, വലിക്കുന്ന ആളാണ്, അതുപോലെ പല ദൂഷ്യമുള്ള ആളാണെന്നുള്ളത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തെ മറന്നു നിന്നവരെ ഒരു നെറിയുടെ കാണിച്ചില്ല. ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് വിളിച്ചു പറയും. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ സ്വഭാവം സഞ്ജു മാമ്പ്രയ്ക്കില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത മദേഴ്സ് ഡേക്ക് ലഹരി വിമുക്ത കേരളമായി മാറട്ടെ. ലോകത്തിൻ്റെ കാര്യം മുഴുവൻ പറയട്ടില്ല, കേരളത്തിൻ്റെ കാര്യത്തിലും പറയാമല്ലോ. അല്ല, എല്ലാ അമ്മമാർക്കും അടുക്കളപ്പണിയിൽ നിന്നൊക്കെ ഒരു വിടുതലൈ. സുഹൃത്തുക്കളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സി യു.